കാത്തു നിൽക്കുന്നേ? പ്രശാന്ത് സാറല്ലേ അത്? ദീർഘകാലമായി വെള്ളം കാണാത്ത മൊട്ട വണ്ടി. എന്നാലും ചോദിച്ചു നോക്കാം. നിർത്ത്. ഹലോ ഹലോ, ഓഫീസിലേക്കല്ലേ? ഞാനും അങ്ങനെ തന്നെയാ. എത്ര നേരമായി കാത്തുക്കണെന്ന് അറിയോ? റെഡി, വിട്ടോളി. അല്ല, ഹെൽമെറ്റ് ഒന്നും വേണ്ട നിങ്ങൾക്ക്? ഹെൽമെറ്റ് ഒക്കെ വേണം അല്ലേ? ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലേ 194D പ്രകാരേ 500 രൂപ പിഴയാ. അല്ല അമ്മോ, ഞാൻ വെച്ചോളാം. വാഹന പുക പരിശോധന. നിർത്ത്. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ? അതെ, നിങ്ങളെ ഈ പൊട്ട വണ്ടിക്ക് ഈ പുക പരിശോധിച്ച പേപ്പറൊക്കെ ഉണ്ട്? പുക പരിശോധിച്ച പേപ്പറും ഉണ്ട്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് കേട്ടിട്ടില്ലേ? പിന്നെ ഫിറ്റ്നസ് അതല്ല. നമുക്കേ ഒരു കാര്യം ചെയ്യാം. വഴിന്നല്ല, കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ല, പിന്നെന്താ ഈ ഫിറ്റ്നസ്? ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പറഞ്ഞാലേ നമ്മുടെ റോഡുകളിൽ വണ്ടി ഓടിക്കാൻ പര്യാപ്തമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു രേഖയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടിക്കും ഇത് ആവശ്യമുണ്ട് അല്ലേ? വണ്ടിക്കും ഇത് ആവശ്യമുണ്ട്. നമുക്ക് 2 തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പറയാം. ഒന്ന് സ്വകാര്യ വാഹനങ്ങൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും, മറ്റൊന്ന് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് കൊടുക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ സ്വകാര്യ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 15 വർഷത്തിനാണ് കൊടുക്കുക. പിന്നീട് ആ 15 വർഷം ശേഷം ഓരോ 5 വർഷത്തിന് ശേഷം ഫിറ്റ്നസ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. പിന്നുള്ളത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണ്. ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ കേസിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതായത് വണ്ടിയുടെ ആദ്യത്തെ 8 വർഷം, ആ 8 വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഓരോ 2 വർഷത്തിനാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഇനി ആ വണ്ടിയുടെ കാലപ്പഴക്കം 8 വർഷത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഓരോ വർഷത്തിനും ഈ ഫിറ്റ്നസ് എന്ത് ചെയ്യണം? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് വരുന്ന ഓരോരോ വർഷം. ഇനി നമ്മളിപ്പോൾ കാണുന്ന ഈ റിക്ഷകളൊക്കെ ഇല്ലേ, ഈ ഓട്ടോ റിക്ഷകളൊക്കെ, അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അല്ല, എനിക്ക് പുകനെ കുറിച്ച് 1-2 കാര്യം അറിയാൻ ചോദിക്കാനാ. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മത്സര പരീക്ഷയ്ക്ക് വരുന്നതാ? തീർച്ചയായിട്ടും. പുകനെ കുറിച്ച് എന്തായാലും വരൂ. എന്താ പറഞ്ഞതാ? ഞാൻ ചോദിക്കട്ടെ? അതെ, നമ്മൾ ഈ പുക പരിശോധിക്കുന്ന സമയത്ത് എന്തിന്റെ അളവാ നോക്കുകയെന്നറിയോ? കാർബൺ മോണോക്സൈഡിന്റെ. അതൊക്കെ അറിയാലേ. അതായത് വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയ വിഷവാതകം ഏതെന്ന് വെച്ചാൽ ഉത്തരം കാർബൺ മോണോക്സൈഡ്. ഓക്കെ, എന്നാ വേറൊരു കാര്യം ചോദിക്കേ. വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയ ലോഹം ഏതെന്ന് വെച്ചാലോ? ലെഡ്. കറക്റ്റ് ആൻസറാ. ഒക്കെ PSCക്ക് ചോദിക്കണ ക്വസ്റ്റ്യനാ അല്ലേ? ഈ കാർബൺ മോണോക്സൈഡ് അതേപോലെ PSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേൾക്കണം. കണ്ണു നീറുന്നതിനും ശ്വാസതടസ്സത്തിനും കാരണമായ വാതകം ഏത്? അത് ഏതന്നെയാ? ഈ കാർബൺ മോണോക്സൈഡാണ്. പിന്നെ അതേമാതിരി ഈ വാഹനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വില കൂടിയ ഒരു പാർട്സിൽ ഒന്നാണ് ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ. അതും എന്തിനാ ഉപയോഗിക്കണം? ഈ പർപ്പസിന് തന്നെയാ. ഇപ്പൊ ഇന്ധനങ്ങളൊക്കെ കത്തിക്കഴിഞ്ഞാല് അതിൽ നിന്ന് ഭാഗികമായി വിഷപ്പുകകൾ, അതിനൊക്കെ ഓക്സീകരിച്ച് നമുക്ക് വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള വാതകങ്ങളാക്കി പുറത്തു വിടാനാണ് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിലെ. PSCക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ കാറ്റലിറ്റിക് കൺവേർട്ടറിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? പലേഡിയം. അത് PSCക്ക് ചോദ്യം വന്നതാ. പിന്നെ ഇങ്ങനെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ എന്റെ കാര്യം കട്ടപ്പൊക്കെയാവും. ഹെൽമെറ്റ് ഇടാത്തോണ്ട് നിങ്ങളെ സെക്ഷൻ 199 കേൾക്കാൻ നിൽക്കണ്ട.